ഖനൗരി അതിർത്തിയിലെ കർഷകന്റെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തി കേസെടുത്ത് പഞ്ചാബ് പോലീസ്. അജ്ഞാതനെ പ്രതി ചേർത്താണ് കേസ്. കൊല്ലപ്പെട്ട കർഷകൻ ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടിലാണ് കർഷകർ. നോബിൾ മാറിക്കാരൻ വിശദാംശങ്ങളുമായി. നോബിൾ, 29-ാം തീയതി സമരം പുനരാരംഭിക്കും എന്നാണ് നേരത്തെ തന്നെ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ശുഭ്കരൺ സിംഗിന്റെ മരണത്തെ തുടർന്ന് നിർത്തിവെച്ചിട്ടുള്ള സമരം പുനരാരംഭിക്കുകയാണ്. എത്തും എന്നാണ് കർഷക സംഘടന, പ്രത്യേകിച്ച് സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ വിഭാഗവും കിസാൻ മസ്ദൂർ മോർച്ചയും വ്യക്തമാക്കിയത്. അതിൽ ഒരു തീരുമാനം എന്താണെങ്കിലും അവർ എടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പ്രതിഷേധം നിലനിൽക്കുന്നത് ഈ ശുഭ്കരൺ സിംഗ് എന്ന കർഷകൻ ഖനൗരി അതിർത്തിയിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കണം, അതായത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമായിരുന്നു. അതിൽ ചില നീക്കുപോക്കുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചാബ് സർക്കാർ ഇതിൽ ഒരു കൊലപാതക കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. കണ്ടാൽ അറിയാത്തത്, അത് അജ്ഞാതന്റെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം കർഷക സംഘടനകൾ ഏറ്റുവാങ്ങുകയും അതിപ്പോൾ ഒരു വിലാപയാത്രയായി ഖനൗരി അതിർത്തിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അവിടെ നിന്ന് ഈ മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും, അതായത് സ്വന്തം നാടായ ബട്ടിൻഡയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ദില്ലി ചലോ മാർച്ച് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനം കർഷക സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ഇതിൽ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് ഉൾപ്പെടെ വിളിച്ചെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കർഷക സംഘടന നിലപാടെടുക്കുകയും എന്നാൽ സമരം മുന്നോട്ട് നീക്കാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ കൂടിയാലോചന നടത്തും എന്നാണ് അറിയുന്നത്. അതിന് പിന്നാലെ ഒരുപക്ഷേ ഈ തീരുമാനം, അതായത് കർഷക സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് സംഘടനകൾ എത്തും. ശുഭ്കരൺ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊലക്കുറ്റത്തിന് FIR ഇട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോർച്ചയിൽ സൂക്ഷിച്ചിരുന്ന ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം കുടുംബം ഉൾപ്പെടെ ഏറ്റുവാങ്ങുകയും അതിപ്പോൾ സംസ്കരിക്കാനുള്ള നീക്കത്തിലേക്ക് കർഷക സംഘടന ഉൾപ്പെടെ പോവുകയും ചെയ്തിരിക്കുന്നത്. നികേഷ്.